അബി മോനെ ഇക്കലും നിന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണം. ഇക്കലും നടന്നിട്ട് എനിക്ക് മകനെയൊക്കെ ഇല്ലാന്നാണ് ജ്യോത്സ്യം പറഞ്ഞത്. നീ ആ പെണ്ണിനെ വിളിച്ച് ചോദിക്കേ. എന്താ അമ്മ ഇപ്പൊ നമുക്ക് ജ്യോത്സ്യത്തിന് വിശ്വാസം ഉണ്ടാ? വേറെ പണിയില്ല. എടാ നിങ്ങൾക്കൊന്നും ഇതിന്റെ വിശ്വാസം കാണൂല. മോനെ നീ എങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയ. എടാ അബി, അമ്മ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടാ. അത് ശരി. എടാ നാളുള്ളല്ലോ, നിങ്ങൾ പ്രേമിച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ടില്ലല്ലോ. എടാ അന്നത് ഓളെ വീട്ടിൽ വലിയ പ്രശ്നമായിട്ട് കൂട്ടിക്കൊണ്ടുവന്നല്ലേ, എന്നിട്ട് ഇതെല്ലാം നോക്കാൻ സമയമുണ്ടാ? അതിനിപ്പോ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 5-6 കൊല്ലായില്ലേ? ഒന്നും കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ തെക്കലെ സിഗരറ്റിനോ കല്യാണം കഴിക്കുമ്പോ ജ്യോത്സ്യൻ എന്നാ പറഞ്ഞേ. ഇത് അധികാലം പോകൂലെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ എന്തായി? അതിന് ഓക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഓള് വേറെ ഒരുത്തണ്ടോ ചെറിയപ്പോയതല്ലേ. അതിന് ഇവനെന്ത് വിളിച്ച്? അല്ല ബാക്കിയെല്ലാം പറയുന്നത് ജ്യോത്സ്യന് ഇത് പറഞ്ഞുകൂടേനു? അതൊക്കെ അറിയില്ലേനു? നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇക്കൽ എന്തായാലും നിന്റെ കല്യാണം നടത്തണം, നമുക്കത്രയോ. അതെല്ലാം നടക്കേണ്ട സമയത്ത് നടക്കുമേ. അമ്മ തിരക്കാക്കിയിട്ടൊന്നും കാര്യമില്ല. നിന്റെ സമയവും കാലം നോക്കിയാൽ ശരിയാവില്ല. ഞാൻ ആ ബാലൻ ജ്യോത്സ്യനോട് ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആര് ബാലൻ ജ്യോത്സ്യനാ? അയാളൊന്നും വേണ്ട. അയാളെ മോളെ കല്യാണം നടത്തിയിട്ട് ഡൈവേഴ്സ് ആയിട്ട് വീട്ടിലിരിക്കില്ല. ഞാനേ അനക്ക് പരിചയമുള്ള ജ്യോത്സ്യനുണ്ട്, ഞാൻ ചോദിച്ചോട്ടെ. ബാലൻ ജ്യോത്സ്യനെ കാലം നല്ല ജ്യോത്സ്യനുണ്ടാ? അതാരാ ഞാനറിയാത്ത? നിങ്ങളറിയാത്ത എന്തെല്ലാം കാര്യമുണ്ടായിടാ. ഇത്രയും പ്രശസ്തനായ രാജേഷ് നമ്പൂതിരിനെ പറ്റി കേട്ടില്ലേ? ഇയാളെ അച്ഛൻ ജ്യോത്സ്യൻ, അച്ഛൻ ജ്യോത്സ്യൻ, അപ്പൂപ്പൻ ജ്യോത്സ്യൻ, അമ്മ വരെ ജ്യോത്സ്യത്തെയാണ്. അമ്മയല്ല, അത്രക്ക് പാരമ്പര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാന്ന്. ആ ആയിക്കോട്ടെ, നാളെ തന്നെ അയാളോട് ഇങ്ങോട്ട് വരാൻ പറ. അയ്യോ പാലെടുത്ത് വെച്ചിട്ട് മറന്നുപോയി. രക്ഷപ്പെടാൻ വേണ്ടി പറയാം. ഞാനൊരു ജ്യോത്സ്യനെ കണ്ടിട്ടുണ്ട്. അമ്മേ, ഞാൻ ലിജിത്തുള്ള പോലെ ജ്യോത്സ്യനെ കണ്ടിട്ട് വരാം. മോനെ പോയിട്ട് വാ. ഏട്ടാ ബൈക്ക് നീ എടുക്കുന്നുണ്ടേ? എടാ ഹെൽമെറ്റ് എടുക്കണേ പോകുമ്പോ. ആ എടുക്കാം. ആ റിയാസേ, റിയാസ്. ആ അബി, ആ വാ കേറിയിരിക്കണം. നീ തിരിച്ചു നോക്കിയാലോ? എടാ നാളെ പോകാൻ വേണ്ടി തന്നെയാ. നമുക്ക് മാര്യന്റെ ആ വിഷയം ആകെ പ്രശ്നമായിട്ടുള്ളത്. അമ്മയാന്ന് കൂടെ കൂട്ടിയിട്ട് വരാനാ പറയുന്നത്. എന്നാ പിന്നെ കൂട്ടിയിരിക്കുന്ന പാടാ. പിന്നെ നീ ആലോചിക്കുന്നത് കൂട്ടിയിട്ട് വരാനോ? ഞാനെങ്ങനെ ഒഴിവാക്കാനാ നോക്കുന്നത്. ഒഴിവാക്കാനോ? അല്ലടാ, നിങ്ങൾ മുടിഞ്ഞ പ്രേമല്ലോ. ഒരു കമ്പനി തന്നെ വർക്ക് ചെയ്യുന്നത്, ഒന്നിച്ച് താമസിക്കുന്നത്, ഒന്നിച്ച് പോക്കും വരുത്തു. പിന്നെ ഇപ്പൊ നീ പറ്റിയേ മുടിഞ്ഞ പ്രേമം. എടാ ഇതൊക്കെ ആടുന്നൊരു ടൈം പാസ് അല്ലേ, ഇതെല്ലാരും സീരിയസ് ആയിട്ട് എടുക്കുവാ. മാടുത്തടാ. അല്ല നിന്റെ ഒന്നും കഴിയുണ്ടടാ? എടാ ഞാനെന്നാണ് ഇതിൽ പറയേണ്ടത്? എടാ അമ്മയാണെങ്കിൽ ആ ബാലൻ ജ്യോത്സ്യനെ കണ്ടിട്ട് ഡേറ്റ് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാനത് എങ്ങനെയോ പറഞ്ഞു ഒഴിവാക്കി. എന്റെ പരിചയത്തിൽ ജ്യോത്സ്യനുണ്ട്, ഞാൻ അയാളെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിനെ. എടാ അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്കെന്തോ നക്ഷത്രോ ജാതകോ അന്ന് നോക്കുന്ന പരിപാടി ഇല്ലേ? അതങ്ങനെ ചെയ്യില്ലെന്ന് വിളിച്ചു പറഞ്ഞോക്കുന്നു അവളോട്. എടാ ഇപ്പോഴത്തെ കാലത്ത് അതിന് വിശ്വസിക്കോളൂ. നീ ഒന്ന് പറഞ്ഞോക്ക്, കിട്ടിയാൽ കുട്ടി. വിളിച്ചോക്കല്ലേ? പിന്നെ അല്ല. ഹലോ. ആ ഏട്ടാ പറ. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാ? അത് വേറൊന്നുമില്ല. അമ്മ ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ നക്ഷത്രം നോക്കി. നക്ഷത്രം നമ്മൾ ചെയ്യില്ലെന്ന് ജ്യോത്സ്യൻ പറയുന്നു. അതുകൊണ്ട് കല്യാണത്തിന് അമ്മ സമ്മതിക്കുന്ന എനക്ക് തോന്നില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അതിനെന്നാ, അനക്കിന് വലിയ വിശ്വാസമൊന്നുമില്ലേ? അല്ല എനക്കും ഇതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. പ്രേമിക്കുമ്പോൾ നമ്മൾ ജാതകം നോക്കിയിട്ടൊന്നുമില്ലല്ലോ പ്രേമിച്ചിന്. ഒന്നിച്ച് നേരം പ്രശ്നമില്ല. പിന്നെന്നാ ഇപ്പോ? പക്ഷെ അമ്മക്ക് ഒറ്റ വാശിയല്ലേ നക്ഷത്രം ചേരാണ്ട് കല്യാണം നടത്തൂലാന്ന്. അതൊന്നും പറഞ്ഞാൽ ശരിയാവൂലേ? അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഞാൻ ബാഗ് കൊടുത്ത് വീട്ടിലേക്ക് വരും. നീ തിരക്കാകല്ല, ഞാൻ ആലോചിക്കട്ടെ. നീ ഫോൺ വെച്ചോ, ഞാൻ നിന്നെ വിളിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ റോളിയൊന്നും വിശ്വസിക്കൂല. എന്തൊക്കെ ചെയ്യാ? എന്റെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാടാ? വേറെന്താടാ ഒരു ഐഡിയ? എല്ലാം നീ ഒരു കാര്യം ചെയ്യടാ. ഏതെങ്കിലും ജ്യോതിഷന്മാർക്ക് കണ്ട് കുറച്ച് പൈസ കൊടുക്ക്, എന്നിട്ട് പറയിപ്പിക്കുക നക്ഷത്രം ചെയ്യില്ലാന്ന്. അതാവുമ്പോ അമ്മ വിശ്വസിക്കുകയും ചെയ്യും. എടാ അങ്ങനെ ഇപ്പൊ ആരുടെ കിട്ടുവാ? എടാ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. എനിക്ക് ജ്യോത്സ്യനായിട്ട് വരാൻ പറ്റുവാ? ഞാനാ? നീ എന്നീ പറയുന്നേ? ഈ മുസ്ലിമെ എനക്ക് നിങ്ങളെ നക്ഷത്രവും ജാതകം അറിയോ? എടാ അത് പ്രശ്നമല്ല, ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ അങ്ങ് ചെയ്താ മതി. മോനെ അമ്മ അറിഞ്ഞിന്റെ പണി പാളുവേ. എടാ അമ്മ വിഷയമല്ല, അമ്മയെ നമുക്ക് വിശ്വസിപ്പിക്കാം. പക്ഷെ അതല്ല പ്രശ്നം.
ഇതിന് കുറച്ച് കബഡിയോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അതിപ്പോ ഇവിടുന്ന് കിട്ടുവാ? അത് നീ പഠിക്കണ്ട. അന്റെ ഒരു ചങ്ങായി ഉണ്ട്, അത് ഓനോട് പറഞ്ഞ പോലെ സെറ്റാക്കി തരും. എടാ നീ എന്നാ ഇപ്പൊ തന്നെ വിളിച്ചൊന്ന് ശരിയാക്കും അത്. അത് ഞാൻ വിളിച്ചറിഞ്ഞോളൂടാ. എടാ എന്നാ നീ രാവിലെ വരില്ലേ? ഞാൻ രാവിലെ തന്നെ വരും. ഉച്ചന്റെ ഐശ്വനെ കാണാൻ പോകാനുണ്ട്. ഓളാൻ കാണാനായിട്ട് ഒരേ കുഴപ്പമാണ്. ഓളെപ്പറ്റും കാര്യമില്ലടാ, ഓക്ക് ലീവില്ല. എടാ ഉച്ചക്ക് മുമ്പിലും കഴിയടാ. ഞാൻ ഇന്ന് ഇറങ്ങട്ടെ? ആയിക്കോട്ടെ എന്നാല്. രാവിലെ കാണാം. രാവിലെ കാണാം. ഉമ്മയുടെ അതാ ചായ കുടിക്കാൻ കേട്ടാ. ചായ ഒന്നും വേണ്ട. അമ്മ ഞാൻ ഇറങ്ങുവാണേ. ഇന്നൊന്നും അവനെ നേരത്തെ അത് അമ്മ ഇന്ന് പ്രതിനെ കോടതിയിൽ ഹാജരാക്കണം, അതുകൊണ്ട് നേരത്തെ പോണത്. ഞാൻ ശരി. മണ്ണിക്കളിക്കലടാ. മടി കളിച്ചത് ഇപ്പൊ കുളിക്കാല. മോനെ ജോസിനെപ്പോ വരുവാ? അവരിപ്പോ തന്നെ വരുമേ. എത്തിയല്ലോ. എങ്ങനെയുണ്ട്? ലുക്കേറ്റല്ലേ ഞമ്മളോടെ കാലി? ഞമ്മളാ? നീക്ക് മുന്നാടുന്നാടെ? അല്ലടാ, ഏത് യോജനാണ് എടുത്തോട്ട് കൊണ്ടുകൊടുക്കുക? എടാ അമ്മ കാണുന്നതിനുള്ളിൽ മാറ്റി കൊടുക്കടാ. എടാ അപ്പൊ കുറിയോ? ആടാ കുറി കണ്ടോണ്ട് പൈസ ഇല്ലാതെ ഇപ്രാവശ്യം വെച്ചില്ല ഞാൻ. എടാ നിനക്ക് നാട്ടിൽ കുറെ കുറി ഉണ്ടാവും. എടാ അതല്ലടാ, നെറ്റിക്കത്തെ കുറി. ഓ ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞല്ലേ. എടാ അത് മറന്നുപോയടാ. നിന്റെ ഒരു കാര്യം പറഞ്ഞാല് നെയ്യപ്പോ ഇതെന്നാടാ? ഇത് അമ്മ ചീരക്കിടാൻ വെച്ച ചാരാണ്. ചാര? അല്ലാതെ നീ വാ. അമ്പ റിയാസെ, നീ ഇതെവിടെ നോപ്പിച്ചേ? എടാ ഇപ്പൊ ഓൺലൈൻ ജോലിസല്ലേ, ജോലിമാർക്കൊന്നും പണിയില്ലത് കൊണ്ട് ഞാൻ ചോദിച്ച പാട് അയാൾ സാധനം തന്നു. പക്ഷെ 2000 പാടുള്ളൂ. അത് നീ 2000 റുപ്യ നീ ഇതിന്റെ അകത്ത് കമ്മീഷൻ അടിക്കല്ലേ? എല്ലാടെ സത്യമായിട്ട് 2000 നീ വാ. ഇത് പിടിച്ച നല്ല ബീറ്റ് ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ടാവും. അമ്മേ ഈ വീടിന്റെ കിടപ്പത്ര ശരിയില്ലാലോ. വീടിന്റെ രാവിലെ നോക്കാൻ പോന്ന കഞ്ചു നോക്കാൻ തന്നെയല്ലേ? പഞ്ചിനോട് പറഞ്ഞാടോ. എനിക്കൊരു പോയിന്റ് ഇങ്ങോട്ട് വന്നോട്ടെ. തിരുവേനെ കയറി ഇരിക്ക്. ഇരിക്കാൻ നേരെ ശേ. വൈകിട്ടൊന്ന് എറണാകുളം വരെ പോണേ. എറണാകുളത്ത് നിന്നാ? അവിടെ ചാനലിൽ വിളിച്ചിട്ടുണ്ട് വിഷുവലം ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഓ എന്നാ പിന്നെ വേഗം നോക്കാം. നമുക്ക് പറഞ്ഞ ചടങ്ങുകൾ നടത്തുക. ഇയാൾ ഇന്നൊന്ന് ഇരിക്കുക. ഇയാൾക്ക് ജാതകം ഉണ്ടോ? ഉണ്ട് തിരുവേനി. എന്നാ അതിങ്ങോട്ട് എടുക്ക. എടാ എന്ത് ചെയ്യേണ്ടത്? എനിക്കൊരു പോയി ധാരണയൊന്നുമില്ല. പിന്നെ ഡെയിലി എന്റെ വീട്ടിൽ ആള് വരത്തില്ല നോക്കാൻ വേണ്ടിട്ടത്. എടാ ഇതിങ്ങനെ എടുക്കുക, ഇതിങ്ങനെ കശക്കുക, ഇങ്ങനെ ഓരോ കളത്തിലെടുത്ത് വെക്കുക, അത്രേ ഉള്ളൂ. ഇതാരടാ ഈ ഷിബു? അല്ല അനിയെ, എടാ നീ കൊളാക്കുക. അമ്മ വരുന്ന നമുക്ക് ചെയ്യേ. ഇടയ്ക്ക് ഞാൻ കശക്കുമ്പോ ശ്ലോകം ചൊല്ലോ. ഇവിടെ മുസ്ലിമായി എനിക്കത് സ്ലോ അറിയാം. നീ എന്തെങ്കിലും ചൊല്ലി. എന്നാലും മതിയോ? ആ എന്തെങ്കിലും മതി. എന്താ തിരുവേനി? ഇയാളുടെ നക്ഷത്രം മൂലം. പ്രശ്നാണല്ലോ. മൂലത്തിനോ? അതല്ല, മൊത്തത്തിൽ പ്രശ്നമാണ്. കുട്ടിയുടെ നക്ഷത്രം എന്താ? രേവതി. പാടില്ല. പാടും, നന്നായിട്ട് പാടും. സ്റ്റാർ സിംഗറിലെ ഫസ്റ്റ് കിട്ടിയതാ. അതല്ല, പിന്നെ ഈ നക്ഷത്രങ്ങൾ തമ്മിൽ ചേരാൻ പാടില്ല. തിരുമേനി പറഞ്ഞ അച്ചട്ടാ, ഒരു മാറ്റം ഉണ്ടാവില്ല. ഇതിന് പരിഹാരമൊന്നും ഇല്ലേ തിരുമേനി? അവൻ പരിഹാരം ഉണ്ടോ നോക്കട്ടെ. എടാ നീ പരിഹാരം ഉണ്ടാക്കാൻ വന്നല്ലോ, മുടക്കാൻ വന്നല്ലേ. എടാ ചൊവ്വോ? എടാ ഇത് തിങ്കളല്ലേ? തിങ്കളല്ല ബുധൻ. എടാ മറ്റേ ചൊവ്വയുടെ കാര്യം പറഞ്ഞു. ഞായർ തിങ്കൾ ചൊവ്വോ ശുക്ലാംബരം വിഷം ശശിവർണം ചതുർഭുജ പ്രസന്നപദം ധ്യാനേ. ഇയാൾക്ക് ചൊവ്വാദോഷം ഉണ്ടല്ലോ. രേവതിക്ക് മൂലം ചേരില്ല. അപ്പൊ ഇങ്ങനെ കാര്യങ്ങള്
അതല്ല, രേവതി നക്ഷത്രക്കാരിക്ക് മൂലം നക്ഷത്രക്കാരൻ ചേരില്ല. ഓ മാതാവിന്റെ നക്ഷത്രം എന്താ? ചിത്തിര. ചിത്തിര അല്ലേ? ചിത്തിരത്തോണിയിലൊക്കെ പോകാനിത്തിടാമോ പിന്നെ? പ്രശ്നാണല്ലോ. രേവതി നക്ഷത്രേ മൂലേ മാംഗല്യേ മാതൃചിത്തിരേ ദോഷ സമ്മിശ്ര എന്നാണ്. എന്ന് വെച്ചാ എന്ന് വെച്ച് കഴിഞ്ഞാൽ രേവതി നക്ഷത്രക്കാരി മൂലം നക്ഷത്രക്കാരനെ മാംഗല്യം കഴിച്ച മാതാവിനൊരു ദോഷാണ്. അപമൃത്യു വരെ സംഭവിച്ചേക്കാം. നോം രാശി പലികൽ കണ്ടത് പറഞ്ഞു, അത് കള്ളം പറയില്ല. അപ്പൊ ഈ കല്യാണം നടക്കൂല തിരുമേനി? വേറെ പരിഹാരമൊന്നും ഇല്ലേ? വേറൊരു പരിഹാരം, ഒരു 25,000 ശ്ലോകം ചൊല്ലി പൂജ ചെയ്താലും പരിഹാരം ഇല്ല. ഇതിന് പാടില്ല, ഇത് നടക്കാൻ പാടില്ല. ധ്രുവം ജന്മ പഠിച്ചേ ഇത് പണ്ട് സംസ്കൃത ടീച്ചർ 10ാം ക്ലാസ് പഠിപ്പിച്ചെന്ന്. കൈ പോയി പഠിച്ച മറന്നുപോയി. തസ്മാത് ഈ പരിഹാരത്തെ നോ ത്വം ചോദിതം അർഹസി എന്നാണല്ലോ ഖുറാനില്, ഗീതയിൽ വരെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ നടക്കാൻ പാടില്ല. നടന്നു കഴിഞ്ഞാൽ ദുർമരണം ഉറപ്പ്. ഇതാ തിരുമേനി ദക്ഷിണ. നോം പറയാനുള്ളത് പറഞ്ഞു. നിങ്ങൾക്ക് കുട്ടിയുടെ ജീവനം വലുതെങ്കിൽ ഈ മംഗല്യം നടക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് വേണ്ട നോക്കാം, അതല്ലേ നല്ലത്. അതായിരിക്കും നല്ലത്. അങ്ങനെ ആവട്ടെ തിരുമേനി. എടാ, എങ്ങനെയുണ്ട് പെർഫോമൻസ്? ഭാഗ്യത്തിന് നമുക്ക് മനസ്സിലായിട്ടില്ല, എല്ലാം പൊളിഞ്ഞാനേ ഇപ്പൊ. എന്തായാലും ഫുള്ള് പണിക്കാനുള്ള പൈസയായി. ഫുള്ള് കബഡീന്റെ പൈസ കൊടുക്കാനില്ലേ, അതും കൊടുത്തേക്ക്. എങ്ങടാ പോകുന്നേ? ഇതെങ്ങനെ എടുക്കുക? ആയിക്കോട്ടെ, ഞാനല്ലേ പറയണ്ടേ. ഇനിയിപ്പോ ആര് പറഞ്ഞാലെന്താ? ശരിയാണല്ലോ, നടക്ക. ലുക്ക് കറക്റ്റ് ആട്ടോ, ഒറിജിനൽ ജോലിസ്യം തന്നെ. എന്റെ മോനെ, ലുക്കിലല്ല ഇവരെ സംസാരം ഇല്ല. ഇതൊക്കെ എങ്ങനെയാണ് ഇവർ പറയുന്നേ? എടാ അതൊക്കെ പഠിക്കുന്നല്ലേ, സമ്മതിക്കണം കേട്ടാ. പിന്നെ നീ ഇന്നെ ഓളെ കണ്ടൊരു കാര്യം പറ, എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ നോക്ക്. അതെല്ലാം ശരിയാക്കാം, ഇത്രയായില്ലേ, ബാക്കി ഞാൻ ഏറ്റു. ഞാൻ പോട്ടെന്നാലേ. ശരി. പിന്നെ നമുക്ക് ചെലവൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ നിനക്ക് ദക്ഷിണ കിട്ടിയ പൈസ ഇല്ലേ? അത് ഈ കമ്പനിക്കാരൻ കൊടുക്കണ്ടേ? ഇനിയൊന്നും വിഷയാക്കണ്ട, ഇത് എങ്ങനെയും ഒന്ന് ഒഴിവായിട്ട്. എന്നാ പിന്നെ പറഞ്ഞോലെ. ഓക്കെ. ആര്യ, ഞാൻ നിന്റെ വീടിന് പുറത്ത് റോഡിലുണ്ട്, നീ ഒന്നിങ്ങോട്ട് കയറി വാ. എന്നാ കാണണമെന്ന് പറഞ്ഞേ? കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രശ്നം തന്നെ. അമ്മ ജോലിസിനെ കണ്ട് നക്ഷത്രം നോക്കി, അപ്പൊ നമ്മളെ നക്ഷത്രം ഒന്നും ചേരില്ലെന്നാ പറയുന്നത്. അനക്കില് വിശ്വാസമൊന്നുമില്ല, നിങ്ങൾക്കും വിശ്വാസമില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? അല്ലെ അതെല്ലാ പ്രശ്നമോ? അനക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ മുതൽ അമ്മക്ക് ടെൻഷനായിട്ടുള്ളത്. ജോലിസ്യം പറയാൻ അപ്പുറം അമ്മ ചെയ്യൂല. ചൊവ്വാദോശ? ഇന്നത്തെ കാലത്തല്ലേ ഇതെല്ലാം ആരും വിശ്വസിക്കുക? നിങ്ങൾ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്ക്. അതെല്ലാം അമ്മ പറയുന്നതിന് കാര്യമുണ്ട്. നമ്മളെ അടുത്തുള്ള ശ്രീധരേട്ടൻ്റെ അമ്മ കല്യാണം കഴിക്കുമ്പോൾ ജോലിസ്യം പറഞ്ഞാ ഈ ജാതകം തമ്മിൽ ചേരാൻ പാടില്ല. പറഞ്ഞ പോലെ തന്നെ 1 മാസം തികച്ചിട്ടില്ല, അമ്മ മരിച്ചുപോയി. ശരിക്കും അങ്ങനെയല്ല സംഭവിച്ചിനി? അതിലെ അമ്മ ഇത്ര നിർബന്ധം പിടിക്കുന്നത്. അല്ലാണ്ട് അനക്ക് പ്രശ്നമൊന്നുമില്ല. വേണേ അനക്ക് ചൊവ്വാദോഷം ഉള്ളതുകൊണ്ട് നമ്മളെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് നിനക്കെന്തെങ്കിലും പറ്റുന്ന ജോലിസ്യം പറഞ്ഞത്. എനിക്കതൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അനക്കെന്നാ പറ്റണ്ടേ? മരിച്ചു പോകുന്ന ജോലിസ്യം പറഞ്ഞ. ഞാൻ മരിച്ചു പോകുന്ന പറഞ്ഞേ? നമുക്കൊരു വിശ്വാസമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിലേ നമുക്ക് നാളെ അമ്മ അറിയാണ്ട് രജിസ്റ്റർ ചെയ്താലോ? അതിപ്പോ ജോലിസ്യം പറയുമ്പോഴേ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലോ നമുക്കൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ചാ പോരെ. അല്ല, നമുക്ക് രണ്ടാക്കിയൊരു വിശ്വാസമില്ല, പിന്നെ ഇനി ആലോചിക്കാനുള്ളത്. അതുകൊണ്ടല്ല, ഞാൻ വിളിക്കാം. ആര്യ നിക്ക്, ഞാൻ വീട്ടിൽ പോയി വിളിക്കാം, അത്യാവശ്യം. ആര്യ നിക്ക്. മഞ്ജു, നമ്മളെ കാര്യമായിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. ഇന്ന് വൈകുന്നേരം ഞാനിവിടുന്ന് ബസ് കയറി, നാളെ രാവിലെ ബാംഗ്ലൂർ എത്തും. അപ്പോ നമുക്ക് അവിടുന്ന് കാണാം. ഓക്കേ.